ഇത് സ്ഥലം ഏതൊന്നും അറിയില്ല. നേരെ പഴയ പാമ്പനാറിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കട്ടപ്പന റൂട്ടിലേക്ക് പിടിച്ചു. ഇനി ഇത് കുറേ പോകണം കട്ടപ്പനയ്ക്ക് പോകണമെങ്കിൽ. പക്ഷേ ഞാനിനി കട്ടപ്പനയ്ക്ക് പോകുന്നില്ല. ഇത് ചെന്ന് നേരെ ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലപ്പാറ ചെന്ന് കയറും. ഏലപ്പാറയിൽ നിന്ന് നേരെ വാഗമണ്ണും കൂടി തൊടുപുഴയ്ക്ക് പോകും. എനിക്ക് തൊടുപുഴയ്ക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്, എന്നിട്ട് വേണം നാട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇന്നലെ തേക്കടി പോയിട്ട് തിരിച്ച് മുല്ലപ്പെരിയാറിൻ്റെ താഴ്വാരങ്ങൾ വള്ളക്കടവൊക്കെ കൂടി അവിടെ ചെന്ന് കുറച്ച് കാര്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വണ്ടിപ്പെരിയാറിൽ വന്ന് നമ്മുടെ കുട്ടിക്കാനം എത്തുന്നതിന് മുമ്പ് റൈറ്റ് പഴയ പാമ്പനാറ് കൂടിയിട്ട് റൈറ്റ് തിരിഞ്ഞ് റോഡ് ഇച്ചിരി മോശമാണ്, തിരിഞ്ഞ് കട്ടപ്പന റൂട്ടിലേക്ക് കയറി. ഇനി കട്ടപ്പന റോഡ് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഏലപ്പാറ ഈ റോട്ടിൽ. അപ്പം ഇനി ഏലപ്പാറ കയറിയിട്ട് തിരിച്ചു പോകണം. നല്ല ദൃശ്യമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞാനിവിടെ കണ്ടോ, കാഴ്ചയിൽ നല്ല മനോഹരമാണ് ശരിക്കും. എനിക്ക് ഇനഫ് ടൈമുണ്ട്, ഒരു 5 മണിയോട് വഴി പെരുമ്പാവൂർ എത്തിയാൽ മതി. അപ്പോൾ അത്യാവശ്യം സീനറികളൊക്കെ പകർത്തി മനോഹരമായിട്ട് പോവാം. ക്ലൈമറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 22-23 ഡിഗ്രി തണുപ്പ് ചൂടേ ഉള്ളൂ. അത്യാവശ്യം നല്ല AC ക്ലൈമറ്റ് തന്നെയാണ്. അതാ നോക്കി, അവിടെ അങ്ങകലെ പെണ്ണുങ്ങൾ സ്ത്രീകൾ മറ്റേ തേയിലയുടെ കിളന്ത് നുള്ളുന്നുണ്ട്. ഒരു വാഹനം ഇപ്പോൾ ഒരു 10 മിനിറ്റിലൊരു വാഹനമാണ് കടന്നു പോയത്. അതെ, വാഹനങ്ങളൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. പക്ഷെ അത് കുടുംബം തന്നെയാണ്, നമുക്ക് ഫാമിലിയാണ്. ഇപ്പോൾ ആളുകളൊക്കെ ഇതിൽ പോകുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ കേരളം എത്ര മനോഹരം ശരിക്കും, എത്ര ഏരിയകളാണ്. ഇതെൻ്റെ ഒരു ന്യൂ എക്സ്പീരിയൻസ്, ഒരു പുതിയ അനുഭവമാണ് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് പോകുന്നത്. ഒരു ട്രെക്കിങ് നടത്തുന്ന ഒരു ജീപ്പ് കൂടി വരുന്നുണ്ട്. അല്ല, ട്രെക്കിങ് നടത്തുന്നതല്ല, ടാറിങ്ങിൻ്റെ യൂണിറ്റാണിത്. എന്തായാലും ഇത് വീഡിയോ സ്റ്റാറ്റസ് കാണുന്നവർക്ക് നല്ല ദൃശ്യം പകരുന്നു. ഫോണടിച്ച് തങ്ങാകലൊക്കെ ഉണ്ടോ? ഈ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും അതൊരു ചെറിയ മലയായിട്ട് തോന്നുന്നു, പക്ഷെ നല്ല വലിയ മലയാണ്. ഇവിടെയൊക്കെ ഒരു നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ ഒരു 50 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ വേറെ ഒന്നും അന്വേഷിക്കണ്ട. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നന്നായിട്ട് വരാം. എന്തായാലും എല്ലാവർക്കും പാമ്പനാറ്, പഴയ പാമ്പനാറ് കൂടി അവിടുന്ന് ഒരു 10 കിലോമീറ്ററായി. അവിടുന്ന് പാമ്പനാറിനും ഏലപ്പാറയ്ക്കും ഇടയിലുള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. സ്വാഗതം. ഇത് പട്ടുമലയല്ലേ? പട്ടുമല, 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 പട്ടുമല. ആ ആ ശരിക്കും നമ്മുടെ ഇടുക്കി ജില്ല സ്വിറ്റ്സർലൻഡ് മാറി നിൽക്കണം. കാരണം സ്വിറ്റ്സർലൻഡിൽ യൂറോപ്പിലേക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് നല്ല ഒടുക്കത്തെ തണുപ്പായിരിക്കും. ഇത് നമ്മുടെ AC ക്ലൈമറ്റാണ്. ശരി, ഒരു 9 മാസത്തോളം നല്ല AC ക്ലൈമറ്റാണ്. പിന്നെ ഒരു 2-3 മാസത്തിൻ്റെ മഴയുടെ ശല്യം എല്ലാം അവിടെ ഉണ്ടാവും. പക്ഷേ എന്തൊരു മാത്രമല്ല, ഇത് നല്ല ഫെർട്ടൈൽ ലാൻഡും കൂടിയിട്ടാണ്. നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ ഒരു 30% ലാൻഡ് നല്ല ഫെർട്ടൈൽ ലാൻഡാണ്, അത് ഈ മലയോര മേഖലകളൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ഇനിയും കുറേ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കാനുണ്ട്. ഒരുപാട് സാധ്യതകളുണ്ട് കേരളത്തിൽ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ യൂറോപ്പിലേക്കും അവിടെ ഇവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്യണേ? ഇത്രയും നല്ല നാടുണ്ടോ? പുതിയ തലമുറ അല്പമെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കുറേ ഡെവലപ്മെൻറ്റ്സും കുറേ പ്രൊജക്റ്റുകളും വഴിയായിട്ട് ഒന്ന് ടോട്ടൽ അപ്ഗ്രേഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാടും മാറും, നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലെത്തും. അങ്ങനെ വരട്ടെ എന്തായാലും.